ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് റോക്ക്, ബ്ലാക്ക് സ്റ്റോൺ, KKR ഇവര് അതിനേക്കാളും വലിയ ഡീല് 2-3 വർഷമായിട്ട് നടത്തിയിട്ടുണ്ട്. ഏകദേശം 4.95 ബില്യൺ, 5 ബില്യൺ തന്നെ പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 47,000 കോടി രൂപയോളം വരും. ഇന്ത്യൻ ഹെൽത്ത് കെയർ സെക്ടറിൽ എന്തിനാണ് ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഏകദേശം 2,300 കോടിയോളാണ് നമ്മുടെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അവിടുത്തെ 70% സ്റ്റേക്കാണ് ഇവർ മേടിച്ചിട്ടുള്ളത്. ഇതേ സെയിം ഡീൽ തന്നെ മേത്ര ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും വലിയ ഡീൽ നടന്നിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റോൺ. ഏകദേശം കിംസ് ഹെൽത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് കുറഞ്ഞത് 3,300 കോടിയോളാണ്. അവിടുത്തെ 80% സ്റ്റേക്കാണ് ഇവർ മേടിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നെയാണോ? അതെ, പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. പിന്നെ നഴ്സുമാർക്കായിക്കോട്ടെ, ഹോസ്പിറ്റൽസിനായിക്കോട്ടെ, ഡോക്ടർമാർക്കായിക്കോട്ടെ, അവർക്കൊക്കെ സാലറി ഇൻക്രീസ് ആവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? ഇതൊക്കെ ഇൻക്രീസ് ആവുന്നതോട് കൂടിയിട്ട് ഇതിന്റെ പ്രൈസും ഇൻക്രീസ് ആവില്ലേ? 10 കൊടുക്കേണ്ടടുത്ത് 50 കൊടുക്കേണ്ട സിറ്റുവേഷൻ വരില്ലേ? അതിലുള്ള ഓരോ മലയാളികളും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടത് തന്നെയാണ്. കാരണം ലോങ് ടേമിൽ ഇത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് അത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.